കരടിക്കായി തിരച്ചിൽ. വയനാട് വെള്ളമുണ്ടയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇന്നലെ രാത്രി ചേരിയംകൊല്ലിയിലും കാരക്കാമലയിലും എത്തിയ കരടി നിലവിൽ പനമരം മേഖലയിലാണുള്ളത്. കാരക്കാമല മാങ്കാണിയിലെ വീട്ടിൽ നിന്ന് പഞ്ചസാര പാത്രം കരടി കൊണ്ടുപോയി. പ്രദേശത്തെ കട കരടി നശിപ്പിച്ചു. പാലിയാണയിലെ വീട്ടുമുറ്റത്തും പനമരത്തും കരടി എത്തിയതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിരാവിലെ വരുമ്പോൾ ഈ കട തുറക്കാൻ വേണ്ടി നോക്കുമ്പോൾ വാതിൽ ചവിട്ടി പൊളിച്ച് അങ്ങോട്ട് മറച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനാകെ ഭയന്നു പോയി, ഇത് കള്ളം കയറി എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയോന്ന്. അപ്പോൾ ഉള്ളിൽ കയറി നോക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ, സവാള, തക്കാളി, പിന്നെ കുറച്ച് ജ്യൂസുകളുടെ പാക്കറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ വാരി വിതറി അതിലൊക്കെ കുറച്ച് തക്കാളിയൊക്കെ എടുത്ത് കഴിച്ചിട്ട് അതിലൊക്കെ ഇതായി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതാരപ്പോൾ ഇങ്ങനെ ഇതിൽ നോക്കുമ്പോൾ അങ്ങനെയാണ് ഇത് കരടി താഴെയും വന്നു. പിന്നെ ഇന്നലെ രാത്രി ഒരു 9:30 സാധാരണ കട അടയ്ക്കുന്നത്. ആ കട അടയ്ക്കുന്ന അവസരത്ത് അടച്ച് ഇതിൽ പോകുമ്പോൾ ഒരു വലിയൊരു ഇതുപോലെ പോകുന്ന കണ്ടിരുന്നു. അപ്പോൾ നമ്മളാകെ ഭയന്നോ, ഇതുവരെ കാണാത്തൊരു സംഭവമാണ്. അപ്പോൾ കരടി തന്നെയാണ് എന്നുള്ളതാണ് ഇതൊരു വ്യക്തമായിട്ട്. കരടിയെ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. അതിനിടെ മൂടക്കൊല്ലിയിൽ വീണ്ടും കടുവയെ കണ്ടതായി നാട്ടുകാർ പരാതിപ്പെട്ടു. പന്നി ഫാമിലെത്തിയ കടുവ ഒരു പന്നിയെ കൊണ്ടുപോയി.